എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ കൂടി നിൽക്കുന്ന ജനങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് CI നരേന്ദ്രൻ ആ വീട്ടിലേക്ക് കടന്നു വന്നു. അവനെ കണ്ടതും ഒരു പോലീസ് കോൺസ്റ്റബിൾ അടുത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു. നരേന്ദ്രൻ ചോദിച്ചു, ആ രാമേട്ട, അമിത് വന്നോ? രാമേട്ടൻ പറഞ്ഞു, ഓ സർ, അകത്തുണ്ട്. നരേന്ദ്രൻ അകത്തേക്ക് കയറി. അവനെ കണ്ട് SI അമിത് അടുത്തേക്ക് വന്നു. നരേന്ദ്രൻ ചോദിച്ചു, ബോഡി എവിടെയാടോ? അമിത് പറഞ്ഞു, അകത്താണ് സാർ. അമിത് നരേന്ദ്രനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ സ്ട്രക്ചറിന്റെ മുകളിൽ നിന്നും മൂടിയിരുന്ന തുണി മാറ്റി. അപ്പോൾ അതിൽ കിടന്നിരുന്ന 25-26 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ട് നരേന്ദ്രൻ തലയിൽ തുപ്പിയൂരി. എന്നിട്ട് അമിത്തിന് നേരെ തിരിഞ്ഞു. നരേന്ദ്രൻ പറഞ്ഞു, എന്തായി അമിത്, ഇനി ഇൻഫർമേഷൻ? അമിത് പറഞ്ഞു, സാർ, ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ പേര് സുദേഷ്ണ, പ്രായം 26. ആകെ ബന്ധമെന്ന് പറയാനുണ്ടായിരുന്നത് അച്ഛനാണ്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? അമിത് പറഞ്ഞു, ലൈഫ് ആൻഡ് കെയർ ഹോസ്പിറ്റലിൽ നേഴ്സാണ് സാർ. നരേന്ദ്രൻ വീണ്ടും ചോദിച്ചു, ഓക്കെ, വല്ല ആത്മഹത്യക്കുറിപ്പോ വല്ലതും കിട്ടിയിരുന്നോ? ഇല്ല സാർ, അമിത് പറഞ്ഞു. ബോഡി ആരാണ് ആദ്യം കണ്ടത്? നരേന്ദ്രൻ ചോദിച്ചു. സാർ, അതിവിടെ ജോലിക്ക് വരുന്നൊരു സ്ത്രീയാണ്, അമിത് പറഞ്ഞു. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. നരേന്ദ്രൻ അവരെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. ശരി സാർ. ഇതും പറഞ്ഞ് അമിത് പുറത്തേക്ക് പോയി. തിരികെ വന്നപ്പോൾ അവനോടൊപ്പം 70-75 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. സാർ, ഇതാണ് ത്രേസ്യാമ്മ, ഇവരാണ് ആദ്യം കണ്ടത്, അമിത് പറഞ്ഞു. നരേന്ദ്രൻ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പ്രായത്തിന്റെ അവശതകൾ അവരിൽ കാണാനുണ്ടായിരുന്നു. സുദേഷ്ണ എന്ന പെൺകുട്ടിയുടെ മരണം അവരിൽ എത്രത്തോളം ആഘാതമുണ്ടാക്കിയെന്ന് അവരുടെ മുഖത്തു നിന്നും അവന് മനസ്സിലായി. നരേന്ദ്രൻ ചോദിച്ചു, ത്രേസ്യാമ്മ അല്ലേ? അവർ അതേ എന്ന് തലയാട്ടി. എത്ര വർഷമായി ഇവിടെ? നരേന്ദ്രൻ വീണ്ടും ചോദിച്ചു. ത്രേസ്യാമ്മ പറഞ്ഞു, സുധമോളുടെ അച്ഛൻ മരിച്ചത് മുതൽ ഞാൻ ഇവിടെയുണ്ട് സാർ, മോൾക്കൊരു സഹായത്തിനായി. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, ത്രേസ്യാമ്മയുടെ കുടുംബം? ത്രേസ്യാമ്മ പറഞ്ഞു, ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയതാ സാറേ, മക്കളില്ല. എനിക്ക് സുധമോള് സ്വന്തം മോളെ പോലെ തന്നെയാണ്. അത് കേട്ട അമിത് ചോദിച്ചു, സുധയുടെ കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ത്രേസ്യാമ്മ പറഞ്ഞു, സാർ, കൂടുതലൊന്നും എനിക്കറിയില്ല. മോളുടെ അമ്മ നേരത്തെ പോയതാണ്. അച്ഛൻ വിജയനോടൊപ്പം ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 10-20 വർഷമായി. ഇതുവരെ ബന്ധുക്കളെന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, അവളെ കാണാൻ വേറെ ആരെങ്കിലും വരാറുണ്ടോ? ത്രേസ്യാമ്മ പറഞ്ഞു, മോളുടെ ഒരു കൂട്ടുകാരി വരുമായിരുന്നു. ആ കുട്ടിയുടെ പേര് ദക്ഷ. അമിത് ചോദിച്ചു, അല്ലാതെ വേറെ ആരും വരാറില്ലേ? ത്രേസ്യാമ്മ പറഞ്ഞു, ഇല്ല സാർ. നരേന്ദ്ര ചോദിച്ചു, നിങ്ങൾ ബോഡി എപ്പോഴാണ് കണ്ടത്? ത്രേസ്യാമ്മ പറഞ്ഞു, സാർ, സുധമോൾ എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ എണീക്കും. ഞാൻ 6:30 ആകുമ്പോൾ എത്തുകയും ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ എത്തിയിട്ട് മോൾ എണീറ്റില്ല. കുറെ വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലെ വാസുവിനെ വിളിച്ചുകൊണ്ട് വന്നു. അവനും കുറെ വിളിച്ചു. പിന്നെ അവനും അനിയനും വേലുവും കൂടി ഡോറ് ബലം പ്രയോഗിച്ചു തുറന്നു. ബെഡ്റൂമിൽ എത്തിയപ്പോഴാണ് സാർ മോള്. നരേന്ദ്രൻ അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ത്രേസ്യാമ്മ പോയിക്കോളൂ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. എന്നിട്ട് അവൻ അമിത്തിനെന്തോ ആംഗ്യം കാണിച്ചു. അത് മനസ്സിലാക്കി അമിത് ത്രേസ്യാമ്മയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. തിരിച്ചെത്തിയ അമിത്തിനോട് നരേന്ദ്രൻ പറഞ്ഞു, അമിത്, അവർ പറഞ്ഞ ഈ ദക്ഷയുടെ നമ്പർ വേണമല്ലോ. ഏറ്റവും അടുത്ത കൂട്ടുകാരി മരിച്ചിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ശരി സാർ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയ അമിത് സുദേഷ്ണയുടെ ഫോണുമായി തിരികെ വന്നു. എന്നിട്ട് ആ ഫോണിലെ കോണ്ടാക്റ്റിൽ നിന്നും ദക്ഷയുടെ നമ്പർ എടുത്തു. അവൻ ആ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് തിരികെ നരേന്ദ്രന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, സാർ, ദക്ഷ ഇപ്പോൾ നാട്ടിലില്ല. ഏതോ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂർ വരെ പോയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് എത്തുകയുള്ളൂ. ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, ഗുഡ്. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. ശരി സാർ, അമിത് മറുപടി കൊടുത്തു. എന്നിട്ട് അമിത് ആരെയോ ഫോൺ ചെയ്തു. അല്പസമയത്തിന് ശേഷം ആശുപത്രി വാർഡ് ബോയ്സിന്റെ വേഷമണിഞ്ഞ 2-3 പേർ അകത്തേക്ക് വന്നു. അവർ ആ സ്ട്രക്ചർ എടുത്ത് പുറത്ത് നിർത്തിയിരുന്ന ആംബുലൻസിൽ കയറ്റി. എന്നിട്ട് അവിടെ നിന്നും പോയി. അതിനുശേഷം നരേന്ദ്രൻ അമിത്തിനോട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞെങ്കിൽ ഈ വീട് സീൽ ചെയ്തോളൂ. അമിത് പറഞ്ഞു, ഓക്കെ സാർ. മറ്റൊരു സ്ഥലം. 2-3 പേർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. അതിലൊരാൾ ചോദിച്ചു, ഇനി ആ പോലീസുകാരൻ വല്ലതും തോണ്ടിയെടുക്കുവോ? ഇത് കേട്ട രണ്ടാമൻ പറഞ്ഞു, എവിടെന്ന്? അതിന് ആ പെണ്ണിന്റെ കൊലപാതകമാണെന്ന് തെളിഞ്ഞില്ലല്ലോ. അത് കേട്ട ഒന്നാമൻ പറഞ്ഞു, എന്നാലും. അത് കേട്ടൊരു മൂന്നാമൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടും കൂടി? പ്രശ്നം അവളുടെ മരണമല്ല, ആ ഡീറ്റെയിൽസ് ആണ്. ഏതെങ്കിലും പത്രക്കാരൻ്റെയോ പോലീസിൻ്റെയോ കയ്യിൽ കിട്ടിയാൽ പിന്നെ തീർന്നു. അത് കേട്ട രണ്ടാമൻ പറഞ്ഞു, ഏയ്, അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇതിനോടകം നമ്മൾ അറിഞ്ഞേനെ. അതിനുള്ള വകുപ്പൊക്കെ എനിക്കുണ്ട്. അത് കേട്ട ഒന്നാമൻ പറഞ്ഞു, അവളുടെ വീടൊന്ന് പരിശോധിക്കാം, ചിലപ്പോൾ അവിടെ കാണും. അത് കേട്ട രണ്ടാമൻ ചോദിച്ചു, അതെങ്ങനെ? അവിടെ പോലീസ് സീൽ വെച്ചതല്ലേ? അത് കേട്ട മൂന്നാമൻ പറഞ്ഞു,
അതിന് പകൽ പോകണമെന്ന് ആര് പറഞ്ഞു? രാത്രി പോകാം, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം. ഉടനെ ഒന്നാമൻ പറഞ്ഞു, അതിനുള്ള ആളുകൾ എൻ്റെ അടുത്തുണ്ട്. എങ്കിൽ വൈകിക്കണ്ട, ഇന്ന് തന്നെ പോകണം. മൂന്നാമൻ പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ സാധനം കിട്ടണം. അത് കേട്ട രണ്ടാമൻ പറഞ്ഞു, കിട്ടിയിരിക്കും. ഒന്നാമൻ മറുപടി കൊടുത്തു. അവർ വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. അടുത്ത ദിവസം. സ്ഥലം പോലീസ് സ്റ്റേഷൻ, കോഞ്ഞേരി. സമയം 9:45 AM. തൻ്റെ ക്യാബിനിലിരുന്ന് പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ഫോട്ടോസ് പരിശോധിക്കുകയായിരുന്നു CI നരേന്ദ്രൻ. സാർ. ആ വിളി കേട്ടവൻ മുഖമുയർത്തി നോക്കി. 26 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി റൂമിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. നരേന്ദ്രൻ പറഞ്ഞു, യെസ് കമ്മിങ്. അവൾ അകത്തേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, സാർ, ഞാൻ ദക്ഷ. ഇന്നലെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. യെസ് മിസ് ദക്ഷ, ഇരിക്കൂ. മുന്നിലെ ചെയർ ചൂണ്ടിക്കാട്ടി നരേന്ദ്രൻ പറഞ്ഞു. താങ്ക്സ്. ദക്ഷ ആ കസാരയിലേക്കിരുന്നു. നരേന്ദ്രൻ ചോദിച്ചു, തൻ്റെ കൂട്ടുകാരി സുദേഷ്ണയുടെ മരണം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അത് കേട്ട ദക്ഷ പറഞ്ഞു, യെസ് സാർ, ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞിരുന്നു. നരേന്ദ്രൻ ചോദിച്ചു, എനിക്ക് സുദേഷ്ണയെക്കുറിച്ച് കൂടുതൽ അറിയണം. അവളുടെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും. അത് കേട്ട ദക്ഷ പറഞ്ഞു, ഓക്കെ സാർ, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. ദക്ഷ പറയാൻ തുടങ്ങി. സുധയ്ക്ക് സ്വന്തമെന്ന് പറയാൻ അവളുടെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുധയുടെ ജനനത്തോടെ അവളുടെ അമ്മ സുചിത്ര മരിച്ചു. അതോടെ മറ്റു ബന്ധുക്കളെല്ലാവരും അമ്മയെ കൊന്നവളെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരുന്നു. ആ കാരണം കൊണ്ട് വിജയനങ്ങൾ അവരെ ഒഴിവാക്കി ഈ നാട്ടിൽ വന്ന് ജീവിക്കാൻ തുടങ്ങി. അവളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്കിൾ ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്നത്. എന്നാൽ 5-6 വർഷം മുമ്പ് നടന്ന ആക്സിഡന്റിൽ അങ്കിൾ മരിച്ചു. അപ്പോഴും അങ്കിളിന്റെ ബന്ധുക്കൾ ആരും തന്നെ വന്നില്ല. പാവം സുധ ഒറ്റയ്ക്കാണ് പിന്നീട് പഠിച്ചത്. അല്ലറ ചില്ലറ ട്യൂഷനും മറ്റുമെടുത്ത് പിന്നെ എൻ്റെ വീട്ടുകാരും സഹായിച്ചു. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, ഫൈൻ, കൂട്ടുകാരിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിരുന്നതായി അറിയാമായിരുന്നോ? ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാൻ തക്കവണ്ണം വല്ലതും? അത് കേട്ട ദക്ഷ പറഞ്ഞു, ഇല്ല സാർ, എത്ര വലിയ പ്രശ്നങ്ങളെയും ധൈര്യമായി തന്നെ നേരിട്ടിരുന്നു അവൾ. ഒരുപക്ഷെ ജീവിതം അവളെ പഠിപ്പിച്ചതാകാം. നരേന്ദ്രൻ ചോദിച്ചു, അവൾക്ക് ഏതെങ്കിലും പയ്യനുമായി വല്ല അഫെയറും ഉണ്ടായിരുന്നു, പ്രേമമോ മറ്റോ? അത് കേട്ട ദക്ഷ പറഞ്ഞു, ചോദിക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നു, 6 മാസങ്ങൾക്ക് മുമ്പ് വരെ. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, അതെന്താ 6 മാസം മുമ്പ് വരെ? ദക്ഷ പറഞ്ഞു, സാർ, അവൾ വർക്ക് ചെയ്തിരുന്ന ആശുപത്രിയുടെ ഓപ്പോസിറ്റ് കോഫി ഷോപ്പ് നടത്തിയിരുന്ന കിരൺ എന്ന ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലായിരുന്നു. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, താൻ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ലേ? ദക്ഷ പറഞ്ഞു, ഉവ്വ സാർ, അവളത് സമ്മതിച്ചിരുന്നു. ഉടൻ തന്നെ വിവാഹം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. നരേന്ദ്രൻ ചോദിച്ചു, കിരൺ ആളെങ്ങനെയായിരുന്നു? അത് കേട്ട ദക്ഷ പറഞ്ഞു, അവനൊരു നല്ല മനുഷ്യനാണ്. എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ചിരുന്നു. തൻ്റെ ചെറിയ ശമ്പളത്തിൽ നിന്നും കുറച്ചു മാറ്റി അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുമായിരുന്നു. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, പിന്നെ എന്താണ് സംഭവിച്ചത്? ദക്ഷ പറഞ്ഞു, 6 മാസം മുമ്പ് പടിക്കെട്ടിൽ നിന്നും വീണ് കിരൺ മരിച്ചു. വാട്ട്? ഞെട്ടലോടെ നരേന്ദ്രൻ അവളെ നോക്കി. ദക്ഷ പറഞ്ഞു, യെസ് സാർ, തലയിടിച്ച് വീണത് കാരണം മസ്തിഷ്ക മരണം സംഭവിച്ചു. അത് സുധയ്ക്ക് ഷോക്കായിരുന്നു. എങ്കിലും അവൾ പതറിയില്ല. കിരണിന്റെ അവസാന ആഗ്രഹം പോലെ അവൾ ഇന്നും ആ അനാഥാലയങ്ങളിലും കരുണാലയങ്ങളിലും തന്റെ ശമ്പളത്തിന്റെ ഒരു പങ്ക് നൽകുന്നുണ്ടായിരുന്നു. കിരണിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടായിരിക്കുമെന്ന് എപ്പോഴും അവൾ പറയുമായിരുന്നു. ദക്ഷയുടെ വാക്കുകളിൽ ഇടർച്ച സുദേഷ്ണയോടുള്ള അവളുടെ സ്നേഹത്തെ വിളിച്ചോതിയിരുന്നു. നരേന്ദ്രൻ വീണ്ടും ചോദിച്ചു, അവസാനമായി നിങ്ങൾ എന്നാണ് കണ്ടത്? ദക്ഷ പറഞ്ഞു, 1 ആഴ്ച മുമ്പാണ് ഞാൻ അവളെ കണ്ടത്. ബാംഗ്ലൂർ പോകുന്നതിൻ്റെ തലേ ദിവസം. അന്ന് എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നരേന്ദ്രൻ ചോദിച്ചു, എന്ത് സർപ്രൈസ്? ദക്ഷ പറഞ്ഞു, അറിയില്ല സാർ, ചോദിച്ചപ്പോൾ തിരിച്ചു വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനു മുമ്പേ അവൾ... എന്തിനു വേണ്ടിയാണ് സാർ അവളത് ചെയ്തത്? അവസാനം കണ്ടപ്പോൾ പോലും നല്ല സന്തോഷത്തിലായിരുന്നു. അത് ചോദിക്കുമ്പോൾ അവൾ വിതുമ്പിപ്പോയി. നരേന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ദക്ഷ, കരയാതിരിക്കെ. എന്താണ് അവളുടെ ആത്മഹത്യക്ക് പിന്നിലെന്ന് ഞാൻ കണ്ടെത്തും. എൻ്റെ വാക്കാണിത്. ദക്ഷ പറഞ്ഞു, വേണം സാർ. ഈ 1 ആഴ്ചയ്ക്കുള്ളിൽ അവൾ ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. നരേന്ദ്രൻ പറഞ്ഞു, ദക്ഷ ഇപ്പോൾ പോയിക്കോളൂ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. പോകുന്നതിന് മുമ്പ് നരേന്ദ്രൻ ചോദിച്ചു, ദക്ഷ, കിരണിൻ്റെ ഫോട്ടോ കയ്യിലുണ്ടോ? ദക്ഷ പറഞ്ഞു, ഉണ്ട് സാർ. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, എങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം. താൻ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യണം ഇപ്പോൾ തന്നെ. ദക്ഷ പറഞ്ഞു, യെസ് സാർ. ഇതും പറഞ്ഞവൾ ഫോണിൽ നരേന്ദ്രൻ്റെ നമ്പർ സേവ് ചെയ്തു. എന്നിട്ട് കിരണും സുദേഷ്ണയും ഒരുമിച്ച് നിന്നിരുന്നൊരു ഫോട്ടോസ് വാട്സപ്പ് വഴി സെൻഡ് ചെയ്തു. നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നരേന്ദ്രൻ താങ്ക്സ് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, ദക്ഷ, കിരണിൻ്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ടോ? ദക്ഷ പറഞ്ഞു, ഇല്ല സാർ, കല്യാണത്തിൻ്റെ അന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിരുന്നു. നരേന്ദ്രൻ പറഞ്ഞു, ശരി ദക്ഷ, പോയിക്കോളൂ. ദക്ഷ നരേന്ദ്രനോട് നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് പോയി. നരേന്ദ്രൻ വീണ്ടും ഫോട്ടോകൾ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ ചില ഫോട്ടോകൾ കണ്ട നരേന്ദ്രൻ്റെ കണ്ണുകൾ കുറുകി. വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും നോക്കി. അപ്പോഴാണ് ഒരു ഫയലുമായി അമിത് കയറി വന്നത്. അവനെ കണ്ട നരേന്ദ്രൻ പറഞ്ഞു, വരൂ അമിത്, എന്തായി കാര്യങ്ങൾ?
സാർ ഇതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കയ്യിലിരുന്ന ഫയൽ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അത് വാങ്ങി നോക്കിയിട്ട് നരേന്ദ്രൻ ചോദിച്ചു, ഇതിൽ തൻ്റെ അഭിപ്രായം എന്താണ് അമിത്? സുധ ആത്മഹത്യ ചെയ്തത് തന്നെയാണോ? അത് കേട്ട് അമിത് പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ ഇല്ല സാർ. കാരണം? നരേന്ദ്രൻ ചോദിച്ചു. അമിത് പറഞ്ഞു, ആ വീട്ടിലെ സാഹചര്യം തന്നെയാണ് എന്നെ കൊണ്ട് ഇത് തോന്നിപ്പിച്ചത്. എന്ത് സാഹചര്യം? നരേന്ദ്രൻ വീണ്ടും ചോദിച്ചു. അമിത് പറഞ്ഞു, സാർ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇതൊരു നിഗമനം മാത്രമാണ്. സാർ, വീട്ടിൽ കയറിയ ഞാൻ ആദ്യമേ തന്നെ കണ്ടത് ഡൈനിങ് ടേബിളിൽ പാതി ഭക്ഷിച്ചു വച്ചിരുന്ന ആഹാരമാണ്. പിന്നീടുള്ള തെരച്ചിലിൽ വായിച്ച പേജ് പോയിന്റർ വെച്ച് മടക്കിയ നിലയിലുള്ള പുസ്തകം കണ്ടെത്തി. സാറിൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ആ ഫോട്ടോയിൽ അതിൻ്റെ ഫോട്ടോയുമുണ്ട്. മരിക്കാൻ തീരുമാനിച്ച ഒരാൾ താൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ആ രീതിയിൽ മടക്കി വയ്ക്കാറില്ല. അതിനർത്ഥം സുധ ആ ബുക്ക് തുടർന്ന് വായിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതീവ സന്തോഷത്തോടെ നരേന്ദ്രൻ പറഞ്ഞു, യു ആർ റൈറ്റ് അമിത്. നീ പറഞ്ഞ ഈ കാര്യം എൻ്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു. ഇപ്പോൾ ദക്ഷയിൽ നിന്നുള്ള വിവരങ്ങളും കൊലപാതകമെന്ന സംശയത്തെ ബലപ്പെടുത്തുന്നു. ദക്ഷ? അമിത് ചോദ്യരൂപത്തിൽ നരേന്ദ്രനെ നോക്കി. നരേന്ദ്രൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയ പെൺകുട്ടി. അവന് മനസ്സിലായി എന്ന് അമിത് തലയാട്ടി. എന്നിട്ട് ചോദിച്ചു, ദക്ഷ എന്താണ് സാർ പറഞ്ഞത്? നരേന്ദ്രൻ പറഞ്ഞു, സുധ കിരൺ എന്ന ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലായിരുന്നു. എന്നാൽ ആ ചെറുപ്പക്കാരൻ 6 മാസം മുമ്പ് മരിച്ചുപോയി. സാർ? ഞെട്ടലോടെ അമിത് നരേന്ദ്രനെ നോക്കി. ഇത് മനസ്സിലാക്കിയ നരേന്ദ്രൻ തുടർന്നു, ബ്രെയിൻ ഡെത്തായിരുന്നു. എന്നിട്ട് ദക്ഷ തനിക്ക് അയച്ചു തന്ന കിരണിന്റെ ഫോട്ടോ അമിതിനെ നരേന്ദ്ര കാണിച്ചു. നരേന്ദ്ര പറഞ്ഞു, എനിക്ക് ഈ കിരണിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം, എത്രയും പെട്ടെന്ന് തന്നെ. അറിയില്ല എന്താണെന്ന്, മനസ്സിലെവിടെയോ ഒരു സ്പാർക്ക് വരട്ടെ, നോക്കാം. അമിത് ആ ഫോട്ടോ തൻ്റെ ഫോണിലേക്ക് കോപ്പി ചെയ്തു. എന്നിട്ട് അവൻ ആരെയോ വിളിച്ചു. കുറച്ചു നേരം സംസാരിച്ചു. ഒപ്പം ആ ഫോട്ടോയും സെൻഡ് ചെയ്തു കൊടുത്തു. നരേന്ദ്രൻ ചോദിച്ചു, താൻ ആരെയോ വിളിച്ചത്? അമിത് പറഞ്ഞു, ആളെ സാർ അറിയും, സ്കെച്ച് ബിനു. നരേന്ദ്രൻ ചോദിച്ചു, അവനോ? അമിത് പറഞ്ഞു, അതെ സാർ, അവൻ തന്നെ. ഇപ്പോൾ പഴയ ഗുണ്ടായിസമില്ല, ഒരു ചെറിയ തട്ടകട ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇൻഫോർമറായും ചെറിയ സഹായമാണ്. ആളുടെ പേരും ഫോട്ടോയും കാണിച്ചാൽ മതി, നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിച്ചു തരും. നരേന്ദ്രൻ ചോദിച്ചു, അവനെ വിശ്വസിക്കാമോ? അമിത് പറഞ്ഞു, വിശ്വസിക്കാം സാർ. ഓക്കെ, എന്നാ കുഴപ്പമില്ല, നരേന്ദ്രൻ പറഞ്ഞു. പെട്ടെന്ന് അമിത് ആകാംക്ഷയോടെ ചോദിച്ചു, സാർ ബാക്കി എന്തായി? ദക്ഷ എന്താണ് പറഞ്ഞത്? നരേന്ദ്രൻ പറഞ്ഞു, അവർ അവസാനമായി കണ്ടത് സുദേഷ്ണ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ്. തിരികെ വരുമ്പോൾ തനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് സുദേഷ്ണ പറഞ്ഞതായി ദക്ഷ പറഞ്ഞു. അന്ന് അവൾ നല്ല സന്തോഷത്തിലായിരുന്നു എന്നും പറഞ്ഞു. കുറച്ചു നേരം അമിത്തും നരേന്ദ്രനും ആലോചനയിലാണ്ടു. സാർ? ബിനുവിന്റെ വിളി അവരെ ചിന്തകളിൽ നിന്നും ഉണർത്തി. അവനെ കണ്ട അമിത് ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തായി ബിനു, ഞാൻ പറഞ്ഞത് വല്ലതും നടക്കുമോ? ബിനു പറഞ്ഞു, നടക്കുമോ എന്നല്ല സാർ, നടന്നു കഴിഞ്ഞു. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, എന്താ ബിനു, അവന്റെ ഡീറ്റെയിൽസ്? ബിനു പറയാൻ തുടങ്ങി. സാർ പറഞ്ഞ കിരൺ എന്ന പയ്യൻ മരിച്ചുപോയി സാർ, 6 മാസം മുമ്പ്. അത് കേട്ട അമിത് പറഞ്ഞു, അതറിയാം ബിനു, അവന്റെ ഫാമിലി, അതാണ് അറിയേണ്ടത്. ബിനു പറഞ്ഞു, സാർ കിരണിന് അമ്മയും ഒരു സഹോദരനും മാത്രമേ ഉള്ളൂ. അമ്മയുടെ പേരിലാണ് അവൻ കോഫി ഷോപ്പ് നടത്തിയിരുന്നത്. അവൻ്റെ അച്ഛൻ? അമിത് ചോദിച്ചു. അച്ഛൻ്റെ പേര് സേനൻ എന്നായിരുന്നു. ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു. സെറ്റിൽ ഒരു അപകടത്തിൽ മരിച്ചു. പിന്നീട് അമ്മ കോഫി ഷോപ്പ് നടത്തി അവനെയും ഇരട്ട സഹോദരനായ സൂര്യയെയും വളർത്തി. ഡിഗ്രി വരെ പഠിച്ചെങ്കിലും അതിനുശേഷം അമ്മയോടൊപ്പം കോഫി ഷോപ്പ് നടത്തി തുടങ്ങി. സഹോദരൻ സൂര്യ ഇപ്പോൾ ഹൈക്കോടതിയിൽ അസിസ്റ്റന്റായി ജോലി നോക്കുന്നു. നരേന്ദ്രൻ പറഞ്ഞു, താങ്ക് യു ബിനു. ബിനു പറഞ്ഞു, സാർ ഇതൊക്കെ എൻ്റെ കടമയല്ലേ? ഇന്ന് ഞാൻ മനസമാധാനമായി ജീവിക്കുന്നുണ്ട് സാർ, അതിന് നിങ്ങളൊക്കെയാണ് കാരണം. അമിത് പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് അവനെ നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇത് വച്ചോ ബിനു. ബിനു പറഞ്ഞു, അയ്യോ ഇതൊന്നും വേണ്ട സാർ. അമിത് പറഞ്ഞു, ഏയ് വാങ്ങിക്കോ, അടുത്ത ആഴ്ച മോളുടെ നൂലുകെട്ടല്ലേ, എൻ്റെ വകയായി എന്തെങ്കിലും വാങ്ങിക്കോ. വാങ്ങിക്കാൻ മടിച്ചു നിന്ന ബിനുവിൻ്റെ കയ്യിൽ നിർബന്ധിച്ച പൈസ നൽകി. അതിനുശേഷം ബിനു അവർക്ക് സലാം പറഞ്ഞ് തിരികെ പോയി. അവൻ പോയതിനു ശേഷം അമിത് നരേന്ദ്രനോട് ചോദിച്ചു, അടുത്തത് എന്താണ് സാർ? അതിന് മറുപടി പറയുന്നതിന് മുന്നേ തന്നെ നരേന്ദ്രന്റെ ഫോൺ ബില്ലടിച്ചു. നരേന്ദ്രൻ ഫോണെടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. എന്നിട്ട് പെട്ടെന്ന് കോൺസ്റ്റബിൾ രാമചന്ദ്രനെ വിളിച്ചു. അയാൾ വന്നപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, രാമേട്ടാ, ഇപ്പോൾ ഒരു ഫാക്സ് വരും, അതെനിക്ക് കൊണ്ടുതരണം. രാമൻചേട്ടൻ പറഞ്ഞു, ശരി സാർ. എന്നിട്ട് അയാൾ ഫാക്സ് മെഷീനിന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അമിത് ചോദിച്ചു, എന്താണ് സാർ ആ ഫാക്സിൽ? നരേന്ദ്രൻ പറഞ്ഞു, സുദേഷ്ണയുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. സിം കമ്പനിക്കാർ ഇപ്പോൾ അയക്കാമെന്ന് പറഞ്ഞു. നരേന്ദ്രൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ കോൺസ്റ്റബിൾ രാമചന്ദ്രൻ ആ പേപ്പറുമായി അവന് നേരെ നീട്ടി. ശരി, രാമേട്ടൻ പോയിക്കോളൂ, ആ പേപ്പർ വാങ്ങിയിട്ട് നരേന്ദ്രൻ പറഞ്ഞു. രാമചന്ദ്രൻ അവരെ സല്യൂട്ട് ചെയ്തിട്ട് ആ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ആ പേപ്പർ നരേന്ദ്രൻ സൂക്ഷ്മമായി പരിശോധിച്ചു. അതിൽ അവസാനം കണ്ട പേരിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. ആ പേര് നരേന്ദ്രൻ മാർക്ക് ഉപയോഗിച്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് അമിതിന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു, ഈ പേര് എവിടെയെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടോ? സൂര്യ. ആ പേപ്പർ വാങ്ങി വായിച്ച അമിത് അറിയാതെ മൊഴിഞ്ഞു.
എന്നിട്ട് വിശ്വാസം വരാത്ത പോലെ നരേന്ദ്രനെ നോക്കി. നരേന്ദ്രൻ പറഞ്ഞു, യെസ് അമിത്, കിരണിന്റെ ഇരട്ട സഹോദരൻ സൂര്യ. അമിത് ചോദിച്ചു, വിവാഹം ചെയ്യാൻ പോകുന്ന പയ്യന്റെ സഹോദരൻ എന്നതിനപ്പുറം എന്ത് ബന്ധമാണ് അവർ തമ്മിൽ ഉണ്ടായിരിക്കുക? അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ അമിത്. എന്നാൽ കിരണിന്റെ മരണത്തിന് 1 മാസം കഴിഞ്ഞാണ് ഇവർ തമ്മിൽ ഇത്രയേറെ കോളുകൾ നടത്തിയിരിക്കുന്നത്. അതും 10-20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കോളുകൾ. അത് കേട്ട അമിത് ചോദിച്ചു, അതിനു മാത്രം എന്തായിരിക്കും ഇവർക്ക് സംസാരിക്കാനുണ്ടായിരിക്കുക? നരേന്ദ്രൻ പറഞ്ഞു, അതറിയാവുന്നത് 2 പേർക്കാണ്, സൂര്യ ആൻഡ് സുദേഷ്ണ. നിർഭാഗ്യവശാൽ സുദേഷ്ണ മരിച്ചു. ഇനി ജീവിച്ചിരിക്കുന്നത് സൂര്യ മാത്രം. സോ എത്രയും പെട്ടെന്ന് അവനെ കാണണം. ഒരു സംശയമുണ്ട് സാർ, അമിത് പറഞ്ഞു. നരേന്ദ്രൻ ചോദിച്ചു, എന്താണ് അമിത്? അമിത് പറഞ്ഞു, സാർ, സുധയുടെ കൂട്ടുകാരി ദക്ഷ ഇക്കാര്യം നമ്മളോട് പറഞ്ഞില്ലല്ലോ. സുധയും സൂര്യയും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെന്ന്. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, സിമ്പിൾ, ഒരുപക്ഷെ ദക്ഷ ഇത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സുദേഷ്ണ മറച്ചു വെച്ചു. അമിത് ഒന്ന് മൂളി. നരേന്ദ്രൻ കോൺസ്റ്റബിൾ രാമചന്ദ്രനെ വിളിച്ച് വണ്ടി ഇറക്കാൻ പറഞ്ഞു. തന്റെ മുന്നിലുള്ള എല്ലാം തച്ചുടയ്ക്കുകയായിരുന്നു അയാൾ. സുഹൃത്തുക്കൾ പോലും അവന്റെ അടുത്തേക്ക് പോകാൻ മടിച്ചു. അവൻ അവിടെ നിന്ന് ആ ഗുണ്ടാ നേതാവിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് അലറി, എന്തിനാടാ ഞാൻ നിന്നെയൊക്കെ തീറ്റിപ്പൂറ്റുന്നത്? ഒരു കാര്യം പറഞ്ഞയച്ചാൽ നടക്കില്ലേ? അവന്റെ കൂട്ടുകാരിൽ ഒരാൾ അവനെ പിടിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു, ചിലപ്പോൾ അവൾ ആ ഫയൽ വേറെ എവിടെയെങ്കിലും വച്ചതാണെങ്കിലോ? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ശരിയാണ്, അവൾ അത്രയ്ക്ക് മണ്ടിയാണെന്ന് തോന്നുന്നില്ല. കാരണം അവൾക്കറിയാമായിരുന്നു എന്നെങ്കിലും ഇത് നമ്മൾ അറിയുമെന്ന്. അതുകൊണ്ട് ചിന്തിച്ചു നോക്ക്, വേറെ എവിടെ അവളത് വയ്ക്കാൻ സാധ്യതയുണ്ട്? അവരിത് പറഞ്ഞപ്പോൾ അവൻ ചെറുതായൊന്ന് തണുത്തു. എന്നിട്ട് ഗുണ്ടകളോട് പോകാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. സ്ഥിതി മോശമാണെന്ന് അറിയാമായിരുന്നത് കൊണ്ട് അവർ വേഗം തന്നെ സ്ഥലം കാലിയാക്കി. ഒന്നാമൻ പറഞ്ഞു, അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെയായിരിക്കും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? അത് കേട്ട മൂന്നാമൻ പറഞ്ഞു, അവളെ ഏതെങ്കിലും കൂട്ടുകാരുടെ അടുത്ത് കൊടുത്തു കാണുമോ? അത് കേട്ട രണ്ടാമൻ പറഞ്ഞു, ഏയ്, അതിന് സാധ്യതയില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ആ വ്യക്തി ഇതിനോടകം പോലീസിലല്ലെങ്കിൽ മീഡിയയിൽ അറിയിച്ചേനെ. അത് കേട്ട ഒന്നാമൻ പറഞ്ഞു, ഇത് നമുക്ക് അന്വേഷിക്കാം. അതിനു മുമ്പ് നാളത്തെ ആ കൺസൈൻമെന്റ് ഉറപ്പിക്കാൻ നോക്ക്. ആ സുദേഷ്ണ കാരണം കഴിഞ്ഞ കൺസൈൻമെന്റ് നഷ്ടമായി. ഇതും കൂടി പോയാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും. അത് കേട്ട രണ്ടാമൻ പറഞ്ഞു, ഇവൻ പറഞ്ഞത് ശരിയാണ്. ആ വിവരങ്ങൾ അവൾ എന്തായാലും ആർക്കും കൊടുത്തിട്ടില്ല. അതിനു മുമ്പേ തീർത്ത് കളഞ്ഞില്ലേ നമ്മൾ? അതിന് മറുപടിയായി ബാക്കിയുള്ളവർ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് മൂന്നാമൻ ചോദിച്ചു, അവൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു പേര്? രണ്ടാമൻ പറഞ്ഞു, ദക്ഷ. അത് കേട്ട മൂന്നാമൻ ചോദിച്ചു, ഇനി അവളുടെ കയ്യിലെങ്ങാനും കിട്ടിയിരിക്കുമോ? അത് കേട്ട ഒന്നാമൻ പറഞ്ഞു, നെവർ, അവൾ കുറച്ചു നാളായി സ്ഥലത്തില്ലായിരുന്നു. പിന്നെ സുധയ്ക്ക് പൂർണ്ണ വിവരങ്ങൾ 2 ദിവസം മുമ്പല്ലേ കിട്ടിയത്. അതുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുക്കാനുള്ള സാവകാശം ലഭിച്ചിരുന്നില്ല. അവനൊന്ന് അമർത്തി മൂളി. സ്ഥലം അങ്ങാടി സ്ട്രീറ്റ്. സമയം 1:30 PM. CI നരേന്ദ്രനും SI അമിത്തും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ നിന്നു. അമിത് ചോദിച്ചു, സാർ, ബിനു തന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ആ വീടാണ് സൂര്യയുടേത്. നരേന്ദ്രൻ പറഞ്ഞു, കണ്ടിട്ടെന്തോ പ്രശ്നമാണല്ലോ, ആളുകൾ കൂടി നിൽക്കുന്നു, താൻ വാ നോക്കാം. അവരങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരാളെ വിളിച്ചു. നരേന്ദ്രൻ അയാളോട് ചോദിച്ചു, ഇവിടെ എന്താ പ്രശ്നം? ഇവിടുത്തെ അമ്മ മരിച്ചുപോയി സാർ. ഒരു കണക്കിന് അത് നന്നായി. എത്ര വർഷമായി തളർന്നു കിടക്കുന്നു, അയാൾ പറഞ്ഞു. അത് കേട്ട അമിത് ചോദിച്ചു, എന്തു പറ്റിയതാണ്? അയാൾ പറഞ്ഞു, ഒരു അറ്റാക്ക് വന്നതാ സാറേ, വർഷങ്ങൾക്ക് മുമ്പ്. അന്നേരം തളർന്നതാ ഒരു വശം. ആ സൂര്യയുടെ കാര്യമാ കഷ്ടം. അത് കേട്ട അമിത് ചോദിച്ചു, അതെന്താ? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരാങ്ങളെ ഉണ്ടായിരുന്നു. 6 മാസം മുമ്പ് വീണു മരിച്ചു. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയാണ് ജീവിച്ചത് തന്നെ. ഇപ്പോതാ അമ്മയും. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, ഈ കിരൺ സൂര്യയുടെ ആങ്ങള ആളെങ്ങനെയായിരുന്നു? അയാൾ പറഞ്ഞു, അയ്യോ, പഞ്ചപാവമായിരുന്നു സാറേ, ഒരു ഉപകാരി. എന്ത് സഹായം ചോദിച്ചാലും ചെയ്തു തരും അവൻ. സൂര്യയും അതുപോലെ തന്നെ. ഇനി അവൻ ആരുണ്ട്? അത് കേട്ട അമിത് ചോദിച്ചു, സൂര്യയ്ക്ക് കുടുംബമൊന്നുമില്ലേ, അതായത് ഭാര്യയും കുട്ടികളും? അത് കേട്ട അയാൾ പറഞ്ഞു, ഇല്ല സാർ, ആള് ഒറ്റത്തടിയായിരുന്നു. അത് കേട്ട അമിത് ചോദിച്ചു, ഞങ്ങൾക്ക് സൂര്യ ഒന്ന് കാണണം. സാർ അങ്ങോട്ട് ചെന്നാൽ മതി, സൂര്യ വെളിയിൽ നിൽപ്പുണ്ട്, ദേ. അയാൾ വീടിന്റെ ഫ്രണ്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടേക്ക് ചെന്ന നരേന്ദ്രനും അമിത്തും സൂര്യയെ കണ്ടൊന്ന് ഞെട്ടി. കാരണം കിരണിന്റെ തനി രൂപം തന്നെയായിരുന്നു സൂര്യയും. അവരെ ഒരുമിച്ച് കണ്ടിരുന്നുവെങ്കിൽ ആരാണ് സൂര്യ, ആരാണ് കിരണെന്ന് എടുത്തു ചോദിക്കേണ്ടി വന്നേനെ. അത്രയ്ക്ക് സാമ്യമായിരുന്നു സൂര്യയ്ക്കും കിരണുമായി. പെട്ടെന്നാണ് അമിത്തിനും നരേന്ദ്രനും സൂര്യയും കിരണും ഇരട്ട സഹോദരന്മാരായിരുന്നുവെന്ന് ബിനു പറഞ്ഞത് ഓർമ്മ വന്നത്. അവർ സൂര്യയുടെ അടുത്തെത്തി. അമിത് ചോദിച്ചു, മിസ്റ്റർ സൂര്യ? അതെ, തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. നരേന്ദ്ര ചോദിച്ചു, ഞാൻ നരേന്ദ്രൻ, കോഞ്ഞേരി സ്റ്റേഷനിലെ CI ആണ്. ഇത് SI അമിത്. സൂര്യ ചോദിച്ചു, എന്താ സാർ കാര്യം? നരേന്ദ്ര പറഞ്ഞു, നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം, ഒന്ന് അങ്ങോട്ടേക്ക് വരൂ. അത് കേട്ട സൂര്യ പറഞ്ഞു, ഓഫ് കോഴ്സ്. അവർ മൂവരും കുറച്ച് മാറി നിന്നു. അമിത് പറയാൻ തുടങ്ങി, മിസ്റ്റർ സൂര്യ, നിങ്ങളുടെ മരിച്ചുപോയ നിങ്ങളുടെ സഹോദരൻ കിരൺ
വിവാഹം ചെയ്യാനിരുന്ന പെൺകുട്ടി സുദേഷ്ണ ആത്മഹത്യ ചെയ്തത് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? സൂര്യ പറഞ്ഞു, അറിഞ്ഞു സാർ. ഇവിടെ അമ്മ മരിച്ചതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാഞ്ഞത്. നരേന്ദ്രൻ വീണ്ടും ചോദിച്ചു, സൂര്യ, ഞങ്ങളുടെ അന്വേഷണത്തിൽ നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ 5 മാസമായി നിരന്തരം കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് പറയാൻ കഴിയുമോ? സൂര്യ ഒരു നിമിഷം അയാളുടെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, പറയാം സാർ. ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്ത് ജിഷ്ണു വിളിച്ച് സുധയുടെ മരണം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കരുതിയതാണ് സാറന്മാരെ വന്ന് കാണണമെന്ന്. നരേന്ദ്ര ചോദിച്ചു, അതെന്താ സൂര്യ? സൂര്യ പറഞ്ഞു, കാരണം സുധ ആത്മഹത്യ ചെയ്തതല്ല, അവളുടേത് കൊലപാതകമാണ്. വാട്ട്? ഞെട്ടലോടെ നരേന്ദ്രനും അമിത്തും സൂര്യയെ നോക്കി. അമിത്ത് പറഞ്ഞു, മിസ്റ്റർ സൂര്യ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? സൂര്യ പറഞ്ഞു, അതെ സാർ, ഞാൻ പറഞ്ഞത് ശരിയാണ്. അവൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി എന്നെ വിളിച്ചിരുന്നു. എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞൊരാൾ അടുത്ത ദിവസം രാവിലെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? നരേന്ദ്രൻ ചോദിച്ചു, എന്തിനാണ് താങ്കളെ കാണണമെന്ന് പറഞ്ഞത്? അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? സൂര്യ പറഞ്ഞു, ഉണ്ട് സാർ. ഞങ്ങൾ ഒരുമിച്ച് മാസങ്ങളായി ഒരു അന്വേഷണത്തിലായിരുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അമിത് ചോദിച്ചു, എന്തന്വേഷണം? സാർ അത്. സൂര്യ ചുറ്റുമൊന്ന് നോക്കിയിട്ട് തുടർന്നു, സാർ, ഇവിടെ വെച്ച് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. നരേന്ദ്രൻ പറഞ്ഞു, സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. സൂര്യ പറഞ്ഞു, വരാം സാർ. ശരി, എന്നാ വരാൻ പറ്റുന്നത്? നരേന്ദ്രൻ ചോദിച്ചു. സൂര്യ പറഞ്ഞു, ഇന്നിവിടെ ചില മരണാനന്തര ചടങ്ങുകളുണ്ട്, നാളെ വരാൻ കഴിയും. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, ദെൻ ഓക്കെ, ഒരു 11:30 സ്റ്റേഷനിലെത്തണം. ശരി സാർ, ഞാൻ വരാം, സൂര്യ പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഉറപ്പാണ് സുധയുടെ മരണം കൊലപാതകമാണ്. പക്ഷെ ആരെ, എന്തിന്? ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടുപിടിക്കണം. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതാണ് എന്നെ കൺഫ്യൂഷനാക്കുന്നത്. അത് കേട്ട അമിത് പറഞ്ഞു, അതെ സാർ, അതിൽ പ്രകാരം സുദേഷ്ണയുടെ മരണം ഒരു ആത്മഹത്യയാണ്. ഒരു ഡെഡ് ബോഡിയിൽ ആത്മഹത്യ സമയത്ത് കാണിക്കുന്ന സിംറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഉടനെ നരേന്ദ്രൻ പറഞ്ഞു, അതിനെ മറികടന്ന് ഇത് കൊലപാതകമാണെന്ന് എങ്ങനെ തെളിയിക്കും? സാർ, എൻ്റെ മനസ്സിലൊരാശയമുണ്ട്, അമിത് പറഞ്ഞു. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, പറഞ്ഞോളൂ അമിത്, ചിലപ്പോൾ നമുക്ക് സഹായകമായാലോ? നരേന്ദർ അമിത് എന്താണെന്ന് പറയാൻ പോകുന്നതെന്നറിയാൻ കാതു കൂർപ്പിച്ചു. അമിത് ചോദിച്ചു, സാർ, മമ്മൂട്ടി നായകനായ ജാഗ്രത എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അമ്പരപ്പോടെ നരേന്ദ്രൻ അവനെ നോക്കി, എന്നിട്ട് ചോദിച്ചു, ഇതാണോ താൻ പറയാൻ പോകുന്ന സാധ്യത? അത് കേട്ട അമിത് പറഞ്ഞു, സാർ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം, ചോദ്യത്തിന് മറുപടി തരൂ. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്ക് ഓർമ്മ കിട്ടുന്നില്ല. അമിത് പറഞ്ഞു, സാർ, വേറൊന്നുമല്ല, നായിക കഥാപാത്രത്തിന്റെ മരണം അന്വേഷിച്ചു വരുന്ന സേതുരാമയ്യർ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, അതും ഈ കൊലപാതകവുമായി എന്ത് ബന്ധം? അമിത് പറഞ്ഞു, വേറൊന്നുമല്ല സാർ, അതിൽ നായിക കൊല്ലപ്പെട്ട അതേ സാഹചര്യമാണ് എനിക്കിവിടെ തോന്നിയത്. നരേന്ദ്രൻ എന്തെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. ഇത് മനസ്സിലാക്കി അമിത് തുടർന്നു, നായികയെ വില്ലൻ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. കൂട്ടിന് അയാളും സഹായിയും. ശ്വാസം മുട്ടി ബോധരഹിതയായ നായിക മരിച്ചെന്ന് കരുതി വില്ലനും സഹായിയും അവളെ സീലിംഗിൽ കെട്ടിത്തൂക്കി. പക്ഷേ ബോധരഹിതയായിരുന്ന നായികയ്ക്ക് കഴുത്തിൽ കെട്ടുമുറുകുമ്പോൾ ബോധം വരും. പക്ഷേ കെട്ടിത്തൂങ്ങിയിരുന്നതിനാൽ രക്ഷപ്പെടാൻ സാധിക്കാതെ അവർ മരിക്കുന്നു. ആ സമയത്ത് ആത്മഹത്യ ചെയ്ത ഒരാളുടെ ശരീരത്തിൽ കാണുന്ന അതേ സിംറ്റംസ് ആ ഡെഡ് ബോഡിയിൽ ഉണ്ടായി. അമിത് ഇത് പറഞ്ഞു നിർത്തുമ്പോൾ നരേന്ദ്രന്റെ മുഖത്ത് ആശ്ചര്യമായിരുന്നു. നരേന്ദ്രൻ പറഞ്ഞു, അപ്പോൾ താൻ പറയുന്നത് ഇതേ രീതിയിലാണ് സുധയുടെ മരണവും സംഭവിച്ചത് എന്നാണോ? അമിത് പറഞ്ഞു, ആകാം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ സാർ. ഇതിന് എത്രത്തോളം സത്യമുണ്ടെന്ന് സൂര്യയുടെയും മറ്റു മൊഴികളിലൂടെ മാത്രമേ സാധ്യമാകൂ. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിലാണ് മരണം സംഭവിച്ചതെങ്കിൽ അന്ന് എന്താണ് നടന്നതെന്ന് ഊഹിക്കാൻ എനിക്ക് സാധിക്കും. നരേന്ദ്രൻ ചോദിച്ചു, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അമിത് പറഞ്ഞു, സാർ, ആദ്യമേ ഞാൻ ആ വീട് പരിശോധന നടത്തിയപ്പോൾ പോയിന്റർ വെച്ച് മടക്കിയ ഒരു പുസ്തകവും പകുതി കഴിച്ചിട്ട് വെച്ചിരുന്ന ഭക്ഷണവും കാണാൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് സുധയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവളെ അവസാനമായി വിളിച്ചതും സംസാരിച്ചതും അവളുടെ കാമുകനായിരുന്ന കിരണിന്റെ സഹോദരൻ സൂര്യയാണെന്ന് മനസ്സിലായി. ഇതെല്ലാം എനിക്കും അറിയാവുന്നതാണ്, നരേന്ദ്രൻ പറഞ്ഞു. അത് കേട്ട അമിത് പറഞ്ഞു, എനിക്കും അറിയാം സാർ, ഇനിയാണ് എൻ്റെ തിയറി പറയാൻ പോകുന്നത്. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, എന്നാ ശരി, താൻ പറ. അമിത് പറയാൻ തുടങ്ങി, സാർ, ഒരുപക്ഷെ രാത്രി പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന സമയത്തായിരിക്കണം സുധയ്ക്ക് സൂര്യയുടെ കോൾ വന്നത്. അപ്പോൾ അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം പോയിന്റർ ഉപയോഗിച്ച് മടക്കിയ ശേഷം ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. സംസാരത്തിന്റെ ഒടുവിൽ നാളെ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അതിനുശേഷം അവൾ ഭക്ഷണം കഴിക്കാൻ പോയി. ആ സമയത്താകണം കൊലയാളി എത്തിയത്. അയാളുടെ കൂടെ ഒരു സഹായിയും ഉണ്ടായിരുന്നിരിക്കണം. നരേന്ദ്രൻ പറഞ്ഞു, അമിത്, അയാൾ ഒറ്റയ്ക്കായി കൂടെ വന്നത്? അത് കേട്ട അമിത് പറഞ്ഞു, ഇല്ല സാർ, ഇത് കൊലപാതകമാണെങ്കിൽ ആ കൊലയാളിക്ക് ഒരു സഹായി കൂടി ഉണ്ടാകണം. കാരണം സുദേഷ്ണയുടെ ശരീരഭാരം ഏകദേശം 55 കിലോയാണ്. ആ കൊലപാതകി എത്ര ആരോഗ്യവാനായാലും സീലിംഗിൽ ആ കയർ കെട്ടുക, പിന്നെ ആ കയറിൽ കുരുക്കിട്ട് അവളെ തൂക്കുക എന്നത് ഒറ്റയ്ക്ക് ദുഷ്കരമാണ്. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, ശരി, ഇതുവരെയുള്ള നിഗമനം ശരിയാണെങ്കിൽ അങ്ങനെ ഒന്നിൽ കൂടുതൽ പേർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ
എന്തുകൊണ്ടായിരിക്കും സുദേഷ്ണ ബഹളം വയ്ക്കാത്തത്? മാത്രവുമല്ല, ആ വീട്ടിൽ ഒരു പിടിവലി നടന്നതിൻ്റെ സൂചനയും നമുക്ക് ലഭിച്ചില്ലല്ലോ. അമിത് പറഞ്ഞു. സാർ, ഒരുപക്ഷെ സുദേഷ്ണയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതിന് മുമ്പേ അവളെ ബോധം കെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പ്രതികരിക്കും? അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു. യു ആർ റൈറ്റ്. വീണ്ടും അമിത് പറഞ്ഞു. സാർ, പിന്നെ ആ വന്നവർ അവളെ ജീവനോട് കെട്ടിത്തൂക്കി. കാരണം കൊലപാതകമാണെങ്കിൽ അതവർക്ക് നേരെ തിരിയുമെന്ന് ആ വന്നവർക്ക് തോന്നിക്കാണും. ആത്മഹത്യയാണെങ്കിൽ പിന്നെ അന്വേഷിക്കില്ലല്ലോ. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു. എന്നിരുന്നാലും ആത്മഹത്യയ്ക്ക് ഒരു കാരണം വേണ്ടേ? അതെങ്ങനെ അവർ കാണിക്കും? അത് കേട്ട അമിത് പറഞ്ഞു. വെരി സിമ്പിൾ. ജനനത്തോടെ അമ്മ മരിച്ചു, ബന്ധുക്കളാരും അന്വേഷിച്ചിട്ടില്ല. പിന്നെ സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് അച്ഛൻ. ആ അച്ഛനും 5-6 കൊല്ലം മുമ്പ് മരിച്ചു. 6 മാസം മുമ്പ് അവളുടെ കാമുകനും. നഷ്ടങ്ങൾ മാത്രമുള്ളൊരു ജീവിതം. അത് മാത്രം മതിയല്ലോ. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു. താൻ പറയുന്നതിൽ ലോജിക്കുണ്ട് അമിത്. നമുക്ക് സുധയുടെ ആത്മഹത്യ എന്ന ആ മരീചികയെ മറികടക്കണം. പക്ഷെ എങ്ങനെ? അമിത് പറഞ്ഞു. അറിയാം സാർ. അതിന് സൂര്യയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയണം. അതിൽ നിന്നേ അവളുടെ മരണത്തിൻ്റെ കാരണം അറിയാൻ സാധിക്കും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ ഇതൊരു ആത്മഹത്യ തന്നെയായിരിക്കട്ടെ. മറ്റു കാര്യങ്ങളൊന്നുമില്ലാത്തതിനാൽ അവർ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ അവരെയും കാത്ത് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നിൽപ്പുണ്ടായിരുന്നു. നരേന്ദ്രനും അമിതും വരുന്നത് കണ്ട് അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നു. നരേന്ദ്രൻ ചോദിച്ചു. എന്താ രാമേട്ടാ? രാമചന്ദ്രൻ പറഞ്ഞു. സാർ, ഫോറൻസിക് സർജൻ സുരേന്ദ്രൻ ഒന്ന് കാണണമെന്ന് വിളിച്ചു പറഞ്ഞു. സാറിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞു. ഫോൺ എടുത്ത് നോക്കിയിട്ട് നരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ മരിച്ചുപോയ കിരണിൻ്റെ സഹോദരനെ കാണാൻ പോയതാണ്. ആ സ്ഥലത്ത് റേഞ്ച് കുറവാണ്. അമിത് പറഞ്ഞു. ഡോക്ടർ എന്താണ് കാര്യമെന്ന് പറഞ്ഞു. രാമചന്ദ്രൻ പറഞ്ഞു. ഇല്ല സാർ, എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. 3 മണിയാകുമ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു. ശരി രാമേട്ടാ. സ്ഥലം ഫോറൻസിക് ലാബ്. സമയം 3 PM. ഡോക്ടർ സുരേന്ദ്രന്റെ റൂമിൽ ഇരിക്കുകയായിരുന്നു നരേന്ദ്രനും അമിതും. ഡോക്ടറുടെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയി പറയാനുണ്ടെന്ന്. നരേന്ദ്രൻ ചോദിച്ചു. എന്താ ഡോക്ടറെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ്? ഡോക്ടർ സുരേന്ദ്രൻ പറഞ്ഞു. നരേന്ദ്രൻ, നിങ്ങളുടെ സംശയം ശരിയാണ്. സുദേഷ്ണയുടെ ആത്മഹത്യയല്ല. അത് കേട്ട് അമിത് ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി ഡോക്ടർ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഡോക്ടർ സുരേന്ദ്രൻ സുദേഷ്ണയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോഗ്രാഫ് എടുത്ത് അവർക്ക് നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു. ഞാനതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് നോക്കൂ. അത് സൂക്ഷിച്ചു നോക്കിയിട്ട് നരേന്ദ്രൻ പറഞ്ഞു. ഡോക്ടർ ഇത്? ഡോക്ടർ സുരേന്ദ്രൻ പറഞ്ഞു. അതെ നരേന്ദ്രൻ, ഇത് ഇഞ്ചക്ഷൻ നൽകിയ പാടാണ്. അമിത് ചോദിച്ചു. ഇതിനർത്ഥം? സുരേന്ദ്രൻ പറഞ്ഞു. അതെ അമിത്, ആരോ ഒരാൾ സുദേഷ്ണയുടെ മരണം ആഗ്രഹിച്ചിരുന്നു. അവൾ മരണപ്പെട്ട രാത്രി അവളുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം മരുന്ന്, അല്ല ഒരു അപകടകാരിയായ ഡ്രഗ് ഇഞ്ചക്ട് ചെയ്തിരുന്നു. നരേന്ദ്രൻ ചോദിച്ചു. എന്താണ് ആ ഡ്രഗ്? ഉടനെ ഡോക്ടർ സുരേന്ദ്രൻ ആ ഡ്രഗ് ഏതാന്ന് പറഞ്ഞു കൊടുത്തു. ഒരേ സമയം മരുന്നായും മയക്കുമരുന്നായും ഉപയോഗിക്കുന്ന ഡ്രഗാണിത്. നരേന്ദ്രൻ ചോദിച്ചു. പക്ഷേ ഡോക്ടർ, പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ ഇത് കണ്ടെത്തിയില്ലേ? ഡോക്ടർ സുരേന്ദ്രൻ പറഞ്ഞു. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഡ്രഗിൽ ഒരു പ്രത്യേകതരം ക്വേറ്റാലിസ്റ്റ് കൂടി കണ്ടെത്തിയിരുന്നു. അത്ഭുതത്തോടെ അമിത് ചോദിച്ചു. ക്വേറ്റാലിസ്റ്റോ? അതെന്താണ്? ഡോക്ടർ സുരേന്ദ്രൻ പറഞ്ഞു. ക്വേറ്റാലിസ്റ്റ് എന്നത് ഒരു പ്രത്യേകതരം രാസവസ്തുവാണ്. അത് ഏതെങ്കിലും രാസപ്രവർത്തനത്തെ വേഗത്തിലാക്കാനോ അല്ലെങ്കിൽ പതുക്കെയാക്കുവാനോ ഉപയോഗിക്കും. പക്ഷേ ആ ക്വേറ്റാലിസ്റ്റ് ഒരിക്കലും രാസപ്രവൃത്തിയിൽ ഏർപ്പെടുകയില്ല. ഉദാഹരണത്തിന് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ വനേഡിയം പെൻഡോക്സൈഡ് ഒരു ക്യൂറ്റാലിസ്റ്റായി ഉപയോഗിക്കുന്നുണ്ട്. നരേന്ദ്രൻ ചോദിച്ചു. ഡോക്ടർ, ഈ ക്യൂറ്റാലിസ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡോക്ടർ സുരേന്ദ്രൻ പറഞ്ഞു. ഈ ക്യൂറ്റാലിസ്റ്റ് ആ ഡ്രഗിൻ്റെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുകയും ഒപ്പം സാധാരണ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ കണ്ടെത്താതിരിക്കാൻ ഈ ഡ്രഗിനെ സഹായിക്കുകയും ചെയ്യും. അമിത് ചോദിച്ചു. പക്ഷേ ഡോക്ടർക്ക് എങ്ങനെ ഈ ഡ്രഗിനെ കുറിച്ച് മനസ്സിലായി? ഡോക്ടർ സുരേന്ദ്രൻ പറഞ്ഞു. ഈ മരണത്തിൽ സംശയം തോന്നിയപ്പോൾ തന്നെ നരേന്ദ്രൻ വിളിച്ചു. അതിനുശേഷം വിശദമായി ഒന്നുകൂടി പരിശോധിച്ചു. ഉടനെ നരേന്ദ്രൻ പറഞ്ഞു. സോ താങ്ക് യു ഡോക്ടർ. ഡോക്ടർ സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്, അതുകൊണ്ട് താങ്ക്സിൻ്റെ ആവശ്യമില്ല. ഡോക്ടറോട് യാത്ര പറഞ്ഞ് അവരിറങ്ങി. അത് കേട്ട് അമിത് ചോദിച്ചു. ഇനി സ്റ്റേഷനിലേക്കാണോ സാർ? നരേന്ദ്രൻ പറഞ്ഞു. അല്ല അമിത്, ഇന്നത്തെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞില്ലേ? വീട്ടിലേക്കൊന്ന് പോകണം, ഫ്രഷ് ആയിട്ടൊന്ന് വിശ്രമിക്കണം. ഇന്ന് മൊത്തം അലച്ചിലായിരുന്നല്ലോ. ശരിയാണ് സാർ. അമിതും അതിനെ ശരിവെച്ചു. സ്റ്റേഷനിലെത്തിയ നരേന്ദ്രൻ അവിടെ ഒതുക്കി വെച്ചിരുന്ന തൻ്റെ ബുള്ളറ്റ് എടുത്ത് വീട്ടിലേക്ക് പോയി. വീടിന്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ തന്നെയും കാത്തിരിക്കുന്ന മിഴികളെ കണ്ട് നരേന്ദ്രന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ബുള്ളറ്റ് ഒതുക്കി വെച്ചിട്ട് അവൻ ആ പെൺകുട്ടിയുടെ അടുത്തെത്തി. എന്നിട്ട് താടിയിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സുപ്രിയയ്ക്ക് ഇത്രയും ഗൗരവം? അവൾ കൈ തട്ടിമാറ്റി അകത്തേക്ക് കയറി. ചിരിയോടെ നരേന്ദ്രൻ അവളുടെ പിന്നാലെ ചെന്നു. അവൻ നോക്കുമ്പോൾ സുപ്രിയ ഒരു കൈകൊണ്ട് ബെഡ്റൂമിലെ ജനാലക്കമ്പുകളിൽ പിടിച്ചുകൊണ്ട് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. മറു കൈകൊണ്ട് അവൾ തൻ്റെ വീർത്തുന്തിയ വയറും താങ്ങിയിരിക്കുന്നു. ചിരിയോടെ നരേന്ദ്രൻ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചോദിച്ചു. എന്തു പറ്റി പ്രിയ?
പ്രിയ പറഞ്ഞു, ഒന്നുമില്ല നരേട്ടാ. നരേന്ദ്രൻ ചോദിച്ചു, കള്ളം പറയരുത്, നിന്റെ മുഖം മാറിയാൽ എനിക്ക് മനസ്സിലാകും. അത് കേട്ട പ്രിയ പറഞ്ഞു, അമ്മ വിളിച്ചു, നാളെ വൈകിട്ട് 7-ാം മാസത്തെ ചടങ്ങിനെ വിളിച്ചുകൊണ്ടു പോകാൻ വരും. അത് കേട്ട നരേന്ദ്രൻ ചോദിച്ചു, ഓ അതാണോ കാര്യം? സുപ്രിയ പറഞ്ഞു, എനിക്ക് പോകേണ്ട നരേട്ടാ, ഏട്ടൻ്റെ കൂടെ ഇവിടെ നിന്നാ മതി. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, അവർക്കും കാണില്ലേ ഈ സമയത്ത് നീ അവരോടൊപ്പം താമസിക്കണമെന്ന്, അതുകൊണ്ട് നീ പോകണം. പിന്നെ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ നിമിഷം ഞാൻ നിന്റെ മുന്നിൽ കാണും. നരേന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. സുപ്രിയ പറഞ്ഞു, എന്നാലും. അത് കേട്ട നരേന്ദ്രൻ പറഞ്ഞു, ഒരു എന്നാലുമില്ല. സുപ്രിയ ചോദിച്ചു, ഏട്ടന് വിഷമമൊന്നും ആവില്ലേ ഞാൻ പോകുന്നതിന്? നരേന്ദ്രൻ പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാകും പ്രിയ. എന്നാലും ഒരിക്കലും ഞാൻ ഒരു അനാഥനാണെന്ന് നിന്റെ അച്ഛനും അമ്മയും എന്നെ തോന്നിപ്പിച്ചിട്ടില്ല. എന്നെ എന്നും ഒരു മകന്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കരുത്. അല്ല, ഇങ്ങനെ നിന്നാലെങ്ങനെയാ? ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, താനിവിടെ ഇരി, നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാം. നരേന്ദ്രൻ അല്പസമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രഷായി വന്നു. പ്രിയ അവൻ വരുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം വിളമ്പി വെച്ചു. ഇത് കണ്ട നരേന്ദ്രൻ പറഞ്ഞു, എന്താണ് പ്രിയ, ഞാൻ വന്നിട്ട് വിളമ്പി കഴിക്കാമെന്ന് പറഞ്ഞതല്ലേ? അത് കേട്ട സുപ്രിയ പറഞ്ഞു, ഭക്ഷണം നേരത്തെ തന്നെ വിളമ്പിയെന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കില്ല മാഷേ. അവൻ ചിരിയോടെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവൾക്കും തൻ്റെ കൈകൊണ്ട് വാരിക്കൊടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ നരേന്ദ്രൻ എഴുന്നേറ്റു. തൻ്റെ സമീപത്ത് കിടക്കുന്ന പ്രിയയെ വാത്സല്യത്തോടെ അവനൊന്ന് തലോടി. എന്നിട്ട് അവളുടെ നെറുകയിൽ ഉമ്മ വച്ചു. അത് മനസ്സിലാക്കിയെന്നോണം ഉറക്കത്തിൽ അവളൊന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് തന്നെ ഫ്രഷായി നരേന്ദ്രൻ അടുക്കളയിൽ ചെന്ന് ചായ തിളപ്പിച്ചു. അതിൽ നിന്നും ഒരു ഗ്ലാസ്സിൽ പകർന്ന ചായ അവൻ കുടിച്ചു. എന്നിട്ട് മറ്റൊരു ഗ്ലാസ്സിൽ ചായ പകർന്നിട്ട് അതുകൊണ്ട് ബെഡ്റൂമിൽ ചെന്ന് പ്രിയയെ ഉണർത്തി. നരേന്ദ്രൻ പറഞ്ഞു, പ്രിയ എഴുന്നേറ്റേ. പ്രിയ പറഞ്ഞു, ഒരു 5 മിനിറ്റ് കൂടി. പറ്റില്ലതെ, അച്ഛനും അമ്മയും രാവിലെ വരും. അവർ പറയില്ലേ ഞാനാണ് നിന്നെ വഷളാക്കിയതെന്ന്? നരേന്ദ്രൻ കപട ഗൗരവത്തോടെ പറഞ്ഞു. അവൾ ചിണുങ്ങിക്കൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ഞാൻ പോണോ നരേട്ടാ? നരേന്ദ്രൻ പറഞ്ഞു, പോണം. അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമല്ലേ അത്, അതുകൊണ്ട് പോണം. അവൾ മറ്റെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നരേന്ദ്രൻ കയ്യിലിരുന്ന ചായ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, മിടുക്കി കുട്ടിയെ, ഇതും കുടിച്ചിട്ട് പോയി ഫ്രഷ് ആയിക്കേ. ആ ഗ്ലാസ് വാങ്ങി അല്പം ചായ കുടിച്ചിട്ട് സുപ്രിയ വീണ്ടും ചോദിച്ചു, ഞാൻ പോയാൽ നരേട്ടൻ ഒറ്റയ്ക്കാവില്ലേ? ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാവുമെന്ന്? നിന്നെ ഒറ്റയ്ക്കല്ല വിടുന്നത്, നിന്നോടൊപ്പം ഞാനും വരുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് നരേന്ദ്രൻ പറഞ്ഞു. വിടർന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചു, സത്യമായിട്ടും? അവനൊന്ന് മൂളി. അവൾ പെട്ടെന്ന് തന്നെ നരേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് ഫ്രഷ് ആകാൻ ബാത്റൂമിലേക്ക് കയറി. കവിളിൽ കൈവച്ചുകൊണ്ട് നരേന്ദ്രൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വട്ട് പെണ്ണ്. വീട്ടിൽ പോകാനായി റെഡിയായ ശേഷം സുപ്രിയ അച്ഛനും അമ്മയും വരുന്നതും കാത്ത് അക്ഷമയോടെ വീടിന്റെ മുന്നിൽ നിന്നു. അപ്പോഴാണ് ഒരു കാറ് വന്ന് നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ ആളുകളെ കണ്ട് അവൾ ചിരിച്ചു. വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സുപ്രിയയെ കണ്ട് അങ്ങോട്ടേക്ക് വരികയായിരുന്ന അവളുടെ അച്ഛൻ രാമഭദ്രനും അമ്മ സൗദാമിനിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, പയ്യെ നടക്കടി, ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നേ. അതിനു മുമ്പേ തന്നെ അവൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട സൗദാമിനി പറഞ്ഞു, ഓ, ഒരു കൊച്ചാവാറായി, എന്നിട്ടും കുട്ടിയാണെന്നാ ഭാവം. അത് കേട്ട രാമഭദ്രൻ പറഞ്ഞു, അതേലോ, ഇവളെൻ്റെ കൊച്ചു കുഞ്ഞ് തന്നെയാണ്. ഇത് കേട്ട സുപ്രിയ വെളുക്കനെ ഒന്ന് ചിരിച്ചു. അപ്പോൾ രാമഭദ്രൻ അവളോട് ചോദിച്ചു, നരൻ എവിടെ മോളെ? സുപ്രിയ പറഞ്ഞു, നരേട്ടനകത്തുണ്ട്, ബാഗ് പാക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും നരേന്ദ്രനും വെളിയിൽ വന്നു. രാമഭദ്രനും സൗദാമിനിയും നിൽക്കുന്നത് കണ്ട് അവൻ സുപ്രിയോട് ചോദിച്ചു, പ്രിയ, നീ അച്ഛനെയും അമ്മയെയും ഇങ്ങനെ വെളിയിൽ നിർത്താതെ അകത്തേക്ക് വിളിക്കേ. അബദ്ധം പറ്റിയതുപോലെ അവൾ തലയിൽ തട്ടിയിട്ട് അവരെയും കൊണ്ട് അകത്തേക്ക് കയറി. കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് രാമഭദ്രനും സൗദാമിനിയും സുപ്രിയയെയും കൊണ്ട് പോകാൻ തയ്യാറായി. ഇത് കണ്ട സുപ്രിയ നരേന്ദ്രനോട് ചോദിച്ചു, നരേട്ടൻ വരുന്നില്ലേ? നരേന്ദ്രൻ പറഞ്ഞു, ഞാൻ എൻ്റെ വണ്ടിയിൽ നിങ്ങളുടെ പുറകെ വരാം. അവർ വീടും പൂട്ടി പോകാനിറങ്ങി. രാമഭദ്രനും സൗദാമിനിക്കും സുപ്രിയയ്ക്കും പുറകെ വീട്ടിലെത്തിയ നരേന്ദ്രൻ അവരോട് പറഞ്ഞു, എന്തായാലും ബാക്കി ചടങ്ങുകൾ അതിൻ്റെ മുറ പോലെ നടക്കട്ടെ, എനിക്കൊരു കേസ് അന്വേഷിക്കാനുണ്ട്, ജോലിയെല്ലാം ചെയ്തു തീർത്തിട്ട് വേഗം വരാം. അവൻ മൗനമായി സുപ്രിയയോട് യാത്ര പറഞ്ഞു. അവൾ കണ്ണുകൾ ചിമ്മി അതിന് മറുപടി നൽകി. സ്ഥലം പോലീസ് സ്റ്റേഷൻ, കോഞ്ഞേരി. സമയം 11:45 AM. സൂര്യ SI അമിത്തിനൊപ്പം അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവനെ കണ്ട നരേന്ദ്രൻ പറഞ്ഞു, ആ സൂര്യ, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സാർ. ഇതും പറഞ്ഞ് അവർ അവിടെയുള്ള കസാരയിലേക്ക് ഇരുന്നു. അമിത് അവൻ്റെ സമീപമുള്ള കസാരയിലും. നരേന്ദ്രൻ പറഞ്ഞു, മിസ്റ്റർ സൂര്യ, സുദേഷ്ണയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് തെളിവാണ് അതിനുള്ളത്? സൂര്യ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പെൻഡ്രൈവ് എടുത്ത് നരേന്ദ്രനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സാറ് ചോദിച്ചതിനുള്ള മറുപടി ഈ പെൻഡ്രൈവിലുണ്ട്. അമിത് ചോദിച്ചു, എന്താണിത്? പറയാം സാർ. സമൂഹത്തിൽ മാന്യതയുടെ മൂടുപടമിട്ട് ജീവിക്കുന്ന ചിലരുടെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങളുടെ തെളിവുകളാണിത്. സൂര്യ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു. നരേന്ദ്രൻ ചോദിച്ചു, സൂര്യ, കാര്യങ്ങൾ വ്യക്തമായി പറയൂ. സൂര്യ പറയാൻ തുടങ്ങി. ലൈഫ് ആൻഡ് കെയർ ആശുപത്രിയിൽ നടക്കുന്ന കടുത്ത മാനുഷിക മൂല്യങ്ങളുടെ ലംഘനങ്ങളുടെ തെളിവുകളാണിത്.
നരേന്ദ്രനും അമിതും അവിശ്വസനീയമായ ഭാവത്തിൽ അവനെ നോക്കി. സൂര്യ തുടർന്നു, ഞാനും കിരണും ഇരട്ട സഹോദരന്മാരാണ്. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഞാൻ മൂത്തയാളായി. അവൻ സുദേഷ്ണയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും വലിയ എതിർപ്പുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാം മാറ്റിമറിച്ചത് അവൻ്റെ വീഴ്ചയാണ്. ആ വീഴ്ചയിൽ അവൻ്റെ തലയ്ക്ക് കാര്യമായി പരിക്കേറ്റു. അവനെ അഡ്മിറ്റ് ചെയ്തത് സുധ വർക്ക് ചെയ്യുന്ന ലൈഫ് ആൻഡ് കെയർ ആശുപത്രിയിലായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ വെങ്കടേഷ് ഞങ്ങളുടെ +2 ക്ലാസ്മേറ്റാണ്. അവൻ പരിശോധിച്ചിട്ട് പറഞ്ഞത് കിരൺ രക്ഷപ്പെടാൻ 90% ചാൻസ് ഉണ്ടെന്നായിരുന്നു. പക്ഷേ നരേന്ദ്ര ചോദിച്ചു, രക്ഷപ്പെടാൻ ഇത്രയും ചാൻസ് ഉണ്ടായിരുന്ന കിരൺ പിന്നീട് അങ്ങനെ മരിച്ചു? അതിലേക്കാണ് ഞാൻ പറയാൻ വരുന്നത്, സൂര്യ പറഞ്ഞു. അവൻ തുടർന്നു, സാർ, ICUവിലായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പെട്ടെന്ന് അവൻ്റെ തലയിൽ ബ്ലഡ് ക്ലോട്ടായി ബ്രെയിൻ ഡെത്ത് സംഭവിച്ചത്. സത്യത്തിൽ അത് ഞങ്ങൾക്കതൊരു ഷോക്കായിരുന്നു. മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞ് 3-4 ദിവസങ്ങൾക്ക് ശേഷം സുദേഷ്ണ എന്നെ കാണാൻ വന്നു. അവൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അമിത് ചോദിച്ചു, അതെന്തായിരുന്നു ഇത്രയും ഞെട്ടിക്കുന്ന വാർത്ത? സൂര്യ പറഞ്ഞു, കിരണിൻ്റെ മരണം ഒരു പ്ലാൻഡ് മർഡറായിരുന്നു. നരേന്ദ്രൻ ചോദിച്ചു, അതെങ്ങനെ? സൂര്യ പറഞ്ഞു, സാർ, ലൈഫ് ആൻഡ് കെയർ ആശുപത്രി ഉടമസ്ഥൻ യോഗേഷ് യാദവ്, അംബരീഷ് യാദവ്, അലേഖ് യാദവ് എന്നിവരാണ്. ആ ആശുപത്രിയുടെ മറവിൽ അവർ നടത്തുന്നത് കോടികളുടെ അനധികൃത അവയവ കച്ചവടമാണ്. വാട്ട്? നരേന്ദ്രനും അമിതും അറിയാതെ തന്നെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പോയി. സൂര്യ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. അതിൻ്റെ തെളിവുകളാണ് ഞാൻ തന്നത്. നരേന്ദ്ര പറഞ്ഞു, ശരി, സൂര്യ ബാക്കി പറയൂ. സൂര്യ പറയാൻ തുടങ്ങി, എനിക്കുണ്ടായതുപോലെ സുധയ്ക്കും കിരണിൻ്റെ മരണത്തിൽ സംശയം തോന്നി. അതുകൊണ്ട് ഡോക്ടർ വെങ്കടേഷിൻ്റെ സഹായത്തോടെ അവൾ ചില അന്വേഷണം തുടങ്ങി. അത് അവസാനിച്ചപ്പോൾ കിട്ടിയ വിവരം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കിരണിന് സംഭവിച്ചതുപോലെ ആക്സിഡന്റിൽ തലയ്ക്ക് മുറിവ് സംഭവിച്ചു വരുന്നവരെ ICUവിൽ കിടത്തും. പിന്നീട് യാതൊരുവിധ സംശയങ്ങളും തോന്നിക്കാതെ അവരിൽ എന്തോ മരുന്ന് കുത്തിവെച്ച് തലയിൽ ബ്ലഡ് ക്ലോട്ടുണ്ടാക്കി മസ്തിഷ്ക മരണം സംഭവിപ്പിക്കും. ഇതിനിടയിൽ അവിടെയുള്ള ഡോക്ടർമാരുടെ സഹായത്തോടെ അവയവദാനം ചെയ്യിക്കാൻ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കും. അമിത് ചോദിച്ചു, അപ്പോൾ കിരണിന്റെ കാര്യത്തിലും ഇത് തന്നെയാണോ നടന്നത്? സൂര്യ പറഞ്ഞു, അതെ സാർ. സത്യം പറഞ്ഞാൽ സുദേഷ്ണ പറഞ്ഞപ്പോഴാണ് എനിക്കും സംശയം തോന്നിയത്. നരേന്ദ്ര ചോദിച്ചു, എന്നിട്ട് ബാക്കി കൂടെ പറയൂ. സൂര്യ തുടർന്നു, സാർ, പിന്നീട് സുദേഷ്ണ രഹസ്യമായി ഇത് അന്വേഷണം ആരംഭിച്ചു. ഡോക്ടർ വിഘ്നേഷിന്റെ സഹായത്തോടെ യോഗേഷും അംബരീഷും അലേഖും അനധികൃത അവയവ കള്ളക്കടത്തിന് ലക്ഷ്യമിട്ടത് റയർ ബ്ലഡ് ഗ്രൂപ്പുള്ളവരെയാണ്. നരേന്ദ്രൻ ചോദിച്ചു, കിരണിന്റെ റയർ ബ്ലഡ് ഗ്രൂപ്പായിരുന്നു? സൂര്യ പറഞ്ഞു, അതെ സാർ. അതും അപൂർവങ്ങളിൽ അപൂർവമായ ബോംബെ ഒ ബ്ലഡ് ഗ്രൂപ്പ്. ബോംബെ ഒ ബ്ലഡ് ഗ്രൂപ്പ്? ചോദ്യരൂപത്തിൽ നരേന്ദ്രൻ അവനെ നോക്കി. അമിതിനും ആ വിവരം ആശ്ചര്യമായിരുന്നു. അവൻ പറഞ്ഞു, അങ്ങനെ വരട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് രക്ഷപ്പെടുമായിരുന്നിട്ടും കിരൺ മരിച്ചത്? നരേന്ദ്രൻ ചോദിച്ചു, ഈ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് അമിതിന് അറിയാമോ? അമിത് പറഞ്ഞു, അറിയാം സാർ. ഇന്ത്യയിൽ ഇന്ന് 2 ലക്ഷം പേരുടെ എടുത്താൽ 1000-ൽ താഴെ മാത്രമാണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുവരുന്നത്. ഈ ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ് ഉള്ളവർക്ക് മറ്റ് ബ്ലഡ് ഗ്രൂപ്പുകൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും ഇവർക്ക് മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ കഴിയില്ല. നരേന്ദ്രൻ ചോദിച്ചു, എന്ന് വെച്ചാൽ? അമിത് പറഞ്ഞു, O ബ്ലഡ് ഗ്രൂപ്പിൽ സാധാരണയായി കാണുന്ന ആൻറ്റിജനാണ് H ആൻറ്റിജൻ. ഈ ആൻറ്റിജനിൽ നിന്നുമാണ് ആൻറ്റിജൻ A, ആൻറ്റിജൻ B എന്നിവ ഉണ്ടാകുന്നത്. O ബ്ലഡ് ഗ്രൂപ്പിൽ ഈ H ആൻറ്റിജൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബോംബെ O ബ്ലഡ് ഗ്രൂപ്പിൽ ഈ H ആൻറ്റിജൻ ഇല്ല സാർ. അതുകൊണ്ട് ഇവർക്ക് ഇതേ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നുമല്ലാതെ മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ കഴിയില്ല. നരേന്ദ്രന് ആശ്ചര്യം തോന്നി. അവൻ പറഞ്ഞു, സോ ഈ കാരണം കൊണ്ട് ഈ ബ്ലഡ് ഗ്രൂപ്പ് അപൂർവങ്ങളിൽ അപൂർവമാണ്? സൂര്യ പറഞ്ഞു, അതെ സാർ. ഇതുകൊണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ ഈ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടവരുടെ ഓർഗൻസിന് കോടികളാണ് വില. ലൈഫ് ആൻഡ് കെയർ ആശുപത്രി ഉടമസ്ഥരും ഈ കാരണം കൊണ്ടാണ് റയർ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടവരെ മാത്രം ലക്ഷ്യമിടുന്നത്. അമിത് ചോദിച്ചു, സൂര്യ, അവർക്ക് സുദേഷ്ണ അവരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണ്? സൂര്യ പറഞ്ഞു, സാർ, സത്യത്തിൽ അവർക്ക് സംശയം തോന്നാൻ കാരണം അതേ ആശുപത്രിയിലുള്ള അറ്റൻഡർ കാരണമാണ്. നരേന്ദ്ര ചോദിച്ചു, അതെങ്ങനെ? സൂര്യ പറഞ്ഞു, സാർ, ആ അറ്റൻഡർ ഇവരുടെ ആളാണ്. സുദേഷ്ണ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അവൾ മരിക്കുന്നതിന് കുറച്ചു നാൾ മുമ്പാണ് അവൾ തങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയെന്ന് അവർക്ക് ബോധ്യമായത്. നരേന്ദ്ര ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ശേഖരിച്ച ഈ തെളിവുകൾ എങ്ങനെ അവർക്ക് കിട്ടിയില്ല? സൂര്യ പറഞ്ഞു, അത് സാർ, സുദേഷ്ണയ്ക്ക് നേരത്തെ തന്നെ സംശയം പറഞ്ഞിരുന്നു. എന്നെങ്കിലും അവർ ഇതെല്ലാം അറിയുമെന്നും ഈ തെളിവുകൾ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുമെന്നും. അതുകൊണ്ട് ഞങ്ങൾ അതിനെ മറികടക്കാൻ ചില പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നു. അമിത് ചോദിച്ചു, എന്താണത്? സൂര്യ തങ്ങളുടെ പ്ലാനുകൾ അവരോട് വിവരിക്കാൻ തുടങ്ങി. ആദ്യമേ തന്നെ ഞങ്ങൾ പുതിയ 2 മൊബൈൽ കണക്ഷൻ എടുത്തിരുന്നു. കിരണിന്റെ പേരിൽ. മരിച്ചുപോയ ഒരാളുടെ പേരിൽ ഇങ്ങനെയൊരു മൊബൈൽ കണക്ഷൻ എടുക്കുന്നത് തെറ്റാണെന്ന് അറിയാം.
എന്നാലും ഇങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവരുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. മാത്രമല്ല, ഇതിനുവേണ്ടി മാത്രമായി ഞങ്ങൾ പുതിയ മെയിൽ ID തുടങ്ങി. കാരണം ഞങ്ങളുടെ യഥാർത്ഥ ഫോൺ നമ്പറോ മെയിൽ IDയോ ഉപയോഗിച്ചാൽ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. യോഗേഷിനും അംബരീഷിനും അലേഖിനും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യത ഞാനും സുദേഷ്ണയും കഴിവതും ഒഴിവാക്കി. പക്ഷെ അവരുടെ സഹായി സുദേഷ്ണ അവർക്കെതിരെ തെളിവുകൾ ശേഖരിച്ചത് കണ്ടുപിടിച്ച് അംബരീഷിനെ അറിയിച്ചു. അത് കാരണമാണ് സുദേഷ്ണയ്ക്ക് തൻ്റെ ജീവിതം ബലിയാടാക്കേണ്ടി വന്നത്. ഇത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. നരേന്ദ്രൻ പറഞ്ഞു, താങ്ക് യു സോ മച്ച് മിസ്റ്റർ സൂര്യ. നിങ്ങളെപ്പോലുള്ളവരെയാണ് ഈ നാടിന് ആവശ്യം. നിങ്ങളിപ്പോൾ പോയിക്കോളൂ. പിന്നെ ഇത് കോടതിയിലെത്തുമ്പോൾ മൊഴി നൽകാൻ വരേണ്ടി വരും. സൂര്യ പറഞ്ഞു, വരാം സാർ. എൻ്റെ അനിയനും അവൻ്റെ പെണ്ണിനും നീതി വാങ്ങാൻ ഏതറ്റം വരെയും ഞാൻ പോകും. അത് കേട്ട് അമിത് പറഞ്ഞു, ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് സൂര്യ. ഈ കേസ് തെളിയിക്കാൻ താങ്കളുടെ ഈ സഹായത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇതെൻ്റെ കടമയാണ് സാർ. ഇത്രയും പറഞ്ഞവൻ അവർക്ക് ഷെയ്ക്കാൻഡ് നൽകിയിട്ട് അവിടെ നിന്നും പോയി. അവൻ പോയതിനു ശേഷം തിരിഞ്ഞു നോക്കി അമിത് കണ്ടത് എന്തോ ആലോചിച്ചുകൊണ്ട് കസാരയിൽ ചാരിയിരിക്കുന്ന നരേന്ദ്രനെയാണ്. അമിത് ചോദിച്ചു, എന്തു പറ്റി സാർ? നരേന്ദ്രൻ പറഞ്ഞു, അമിത്, അവർ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അവർക്ക് കിട്ടണം. യോഗേഷിനും അംബരീഷിനും അലേഖിനെയും പോലെയുള്ള നരാധമന്മാർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം. പക്ഷെ അവരുടേതായ സ്വാധീനം വച്ച് ഈ തെളിവുകൾ കോടതിയിൽ മാറിമറിയും. അമിത് പറഞ്ഞു, അറിയാം സാർ. നമുക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? അഥവാ എത്തിയാലും വാദിക്കാനറിയാവുന്ന ഏതെങ്കിലും വക്കീൽ അവരെ പുറത്തിറക്കും. എന്നിട്ട് പിന്നെയും ഇതേ പണി തന്നെ തുടരും. സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച സൂര്യയെയും സുദേഷ്ണയെയും പോലുള്ളവർക്ക് അപമാനമായിരിക്കും പ്രതിഫലം. നരേന്ദ്രൻ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. പക്ഷേ താൻ എൻ്റെ കൂടെ നിൽക്കണം. അമിത് പറഞ്ഞു, സാർ പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നരേന്ദ്രൻ അമിതിൻ്റെ ചെവിയിൽ എന്തോ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇത് കേട്ട് അവൻ്റെ മുഖത്ത് ഗൂഢമായൊരു ചിരി വിടർന്നു. ആശുപത്രിയിലെ അവരുടെ റൂമിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു അംബരീഷും യോഗേഷും. അംബരീഷ് പറഞ്ഞു, ഈ അലേഖ എവിടെ പോയി കിടക്കുകയാണ്? നേരം കുറേ ആയല്ലോ. യോഗേഷ് പറഞ്ഞു, നമ്മുടെ പുതിയ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതല്ലേ, ഇപ്പോൾ വരും. ഇത്രയും പറഞ്ഞ അയാൾ കയ്യിലിരുന്ന ഗ്ലാസ്സിലിരുന്ന മദ്യം വായിലൊഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ സുദേഷ്ണ ഒളിപ്പിച്ചു വെച്ച ആ വിവരങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അമ്പു. അംബരീഷ് പറഞ്ഞു, ആ വീട്ടിൽ അവൾ ഒളിപ്പിച്ചിട്ടില്ല. ആകെ സംശയം അവളുടെ കൂട്ടുകാരി ദക്ഷയായിരുന്നു. പക്ഷെ അവളുടെ കയ്യിലും ഇല്ലാത്ത സ്ഥിതിക്ക് എവിടെ പോയി തപ്പും? യോഗേഷ് പറഞ്ഞു, അവളുടെ കാമുകനുണ്ടായിരുന്നല്ലോ കിരൺ, അവൻ ചത്തുപോയി. അവന്റെ ചേട്ടൻ ഒരുത്തനുണ്ട്, സൂര്യ. ഇനി അവന്റെ കയ്യിലെങ്ങാനും കൊടുത്തു കാണുമോ? അത് കേട്ട അംബരീഷ് പറഞ്ഞു, ഏയ്, അതിന് വഴിയില്ല. ഞാൻ ആ വഴിയും നോക്കി. അവർ തമ്മിൽ ഒരു ഇടപാട് പോലുമില്ല. എന്തിന്, നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. യോഗേഷ് ചിന്താഭാരത്തോടെ ഗ്ലാസ്സിലേക്ക് വീണ്ടും മദ്യം പകർന്നു. പെട്ടെന്നാണ് അലോക് അങ്ങോട്ടേക്ക് ഓടിക്കിതച്ചു വന്നത്. അവന്റെ വരവ് കണ്ട യോഗേഷ് ചോദിച്ചു, എന്ത് പറ്റി അലോക്? അലേഖ് പറഞ്ഞു, ഇനി എന്ത് പറ്റാൻ? യോഗേഷ് വീണ്ടും ചോദിച്ചു, നീ കാര്യം പറയടാ. അലേഖ് പറഞ്ഞു, പറയുന്നതിനേക്കാൾ നിങ്ങൾ കണ്ടറിയുന്നതാണ് നല്ലത്. അംബരീഷ് ചോദിച്ചു, നീ എന്താ പിച്ചും പേയും പറയുന്നത്? അലേഖ് പറഞ്ഞു, അമ്പു, യോഗി, നിങ്ങളുടെ ഫോണിൽ ഫേസ്ബുക്ക് വാട്സപ്പ് അക്കൗണ്ടുകൾ എടുത്ത് നോക്ക്. അപ്പോൾ അറിയാം ഞാൻ എന്താണ് പറയുന്നതെന്ന്. സംശയത്തോടെ അവനെ ഒന്ന് നോക്കിയിട്ട് അംബരീഷും യോഗേഷും ഫോണെടുത്ത് ഫേസ്ബുക്കും വാട്സപ്പും പരിശോധിച്ചു. അതിൽ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. അവർ ഇതുവരെ നടത്തിയ എല്ലാ അനധികൃത ഇടപാടുകളുടെയും തെളിവുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പടർന്നു പിടിച്ചു. ഒപ്പം അവരുടെ ആശുപത്രിയിൽ നടന്ന നിയമവിരുദ്ധ അവയവ കച്ചവടങ്ങളുടെ തെളിവുകളുമായിരുന്നു അതിൽ കാണിക്കുന്നത്. അംബരീഷ് പറഞ്ഞു, അലേഖ്, ഇതെങ്ങനെ? അലേഖ് പറഞ്ഞു, അറിയില്ല. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സൂരജാണ് ഈ കാര്യം വിളിച്ചു പറഞ്ഞത്. യാഗേഷ് ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? അലേഖ് പറഞ്ഞു, അറിയില്ല. ഞാൻ വക്കീലിനെ വിളിച്ചു. ഒന്ന് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഞങ്ങളുടെ എന്തെങ്കിലും സഹായം വേണോ? പരിഹാസം നിറഞ്ഞ ഒരു സ്വരം കേട്ട് അവർ മൂവരും തിരിഞ്ഞു നോക്കി. വാതിലിൽ ചാരി നിൽക്കുന്ന നരേന്ദ്രനെയും അമിതിനെയും കണ്ട് അവരൊന്ന് ഞെട്ടി. അവരെ കണ്ട യാഗേഷ് പറഞ്ഞു, ഓഫീസേഴ്സ്, ഈ അവസരത്തിൽ ഒരു ബാർഗെയിനിങ് ഇല്ല. നിങ്ങൾ പറയുന്നത് അതാണ് വില. പകരം ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണം. ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ്റെ അടുത്തെത്തിയ അമിത് അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ആ അടിയിൽ യാഗേഷ് ഭൂലോകം മുഴുവനും കണ്ടു. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വിലയിടും അല്ലടാ. നിനക്കൊക്കെ വേണ്ടി അടിമപ്പണി ചെയ്യുന്ന പോലീസുകാർ കാണും, പക്ഷെ ഞങ്ങളെ അതിൽ പെടുത്തരുത്, കേട്ടോടാ. അലേഖും അംബരീഷും ഇവിടെ നടന്ന സംഭവം കണ്ട് പകച്ചു നിന്നു. ആ ഒരു നിമിഷം മതിയായിരുന്നു നരേന്ദ്രനും അലേഖിനും. കോൺസ്റ്റബിളിന്റെ കയ്യിൽ നിന്നും വിലങ്ങ് വാങ്ങി അവരെ അണിയിച്ചു. പുറത്ത് അറസ്റ്റിലായ യാഗേഷിനെയും അംബരീഷിനെയും അലേഖിനെയും കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. ഒപ്പം ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ മാധ്യമപ്പടയും. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നരേന്ദ്രൻ അവരെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി. ലൈഫ് ആൻഡ് കെയർ ആശുപത്രി ഉടമസ്ഥരുടെ അറസ്റ്റും അതിനുള്ള കാരണവും കാട്ടുതീ പോലെ പടർന്നു. അവർക്കെതിരെ പ്രതിഷേധം ആഞ്ഞടിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി.
ഇത്രയും നാൾ നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ യോഗേഷിൻ്റെയും അംബരീഷിൻ്റെയും അലേഖിൻ്റെയും സ്വത്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ ഉത്തരവുണ്ടായി. ഒപ്പം ലൈഫ് ആൻഡ് കെയർ ആശുപത്രിയുടെ നടത്തിപ്പിന് സർക്കാർ പ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഒരു ഡയറക്ടർ ബോർഡിനെ തെരഞ്ഞെടുത്തു. കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ബിസിനസ് നടത്തിയ യോഗേഷിനെയും ഒരു വൻതുക തന്നെ പിഴയായി അടയ്ക്കേണ്ടി വന്നു. അവർ ചെയ്ത കൊലപാതകത്തിനും നിയമവിരുദ്ധ അവയവ കച്ചവടങ്ങളുടെയും കാരണം ഇരട്ട ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷ വിധിച്ചു. മാസങ്ങൾക്ക് ശേഷം സ്റ്റേഷനിലിരുന്ന് ഒരു പ്രതിയെ ചോദ്യം ചെയ്യുകയായിരുന്നു നരേന്ദ്രവും അമിതും. ചോദ്യം ചെയ്യലിന് ശേഷം അയാളെ സെല്ലിലടച്ച് തിരിഞ്ഞ് അവർ കണ്ടത് അങ്ങോട്ടേക്ക് ഒരുമിച്ച് കടന്നു വരുന്ന ദക്ഷയെയും സൂര്യയെയുമാണ്. അവരെ കണ്ട നരേന്ദ്രൻ ചോദിച്ചു, രണ്ടുപേരും ഒരുമിച്ചാണല്ലോ, എന്താ വിശേഷിച്ച്? കയ്യിലിരുന്ന കാർഡ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് സൂര്യ പറഞ്ഞു, ഞങ്ങളുടെ വിവാഹമാണ്, സാറിനെയാണ് ആദ്യം ക്ഷണിക്കുന്നത്. അമിത് പറഞ്ഞു, നല്ല കാര്യമാണല്ലോ. അത് കേട്ട ദക്ഷ പറഞ്ഞു, സുധ അവസാനമായി എനിക്ക് വേണ്ടി കരുതി വെച്ച സർപ്രൈസ് ഇതായിരുന്നു. എൻ്റെ വീട്ടുകാരോടും അവൾ എല്ലാം സംസാരിച്ചിരുന്നു. അവളുടെ വാക്കുകളെ അച്ഛനും അമ്മയും എതിർത്തിരുന്നില്ല. ഇപ്പോൾ അവളായിരിക്കും ഏറെ സന്തോഷിക്കുന്നത്. ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു, സൂര്യയുടെയും. അമിത് പറഞ്ഞു, എന്തായാലും ഞങ്ങളുണ്ടാകും നിങ്ങളുടെ വിവാഹത്തിന്. സൂര്യയും ദക്ഷയും അവരോട് യാത്ര പറഞ്ഞിറങ്ങി. അവർ പോയതിനു ശേഷം അമിത് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, അവരുടെ ജീവിതം ഒരു കരക്കെത്തി. ഇനി എന്നാണാവോ എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി കടന്നു വരുന്നത്? ഉടനെ വരും അമിത്, പ്രതീക്ഷ കൈവിടണ്ട, ചിരിയോടെ നരേന്ദ്രൻ പറഞ്ഞു. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. റിസീവർ എടുത്ത് ചെവിയിൽ വെച്ച നരേന്ദ്രൻ പറഞ്ഞു, CI നരേന്ദ്രൻ ഹിയർ. നരേന്ദ്രൻ ഫോണിലൂടെ പറഞ്ഞു, ശരി, ആരെയും കടത്തിവിടരുത്, ഞങ്ങൾ ഇപ്പോൾ വരാം. റിസീവർ താഴെ വെച്ചിട്ട് നരേന്ദ്രൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. അമിത് ചോദിച്ചു, എന്തു പറ്റി സാർ? നരേന്ദ്രൻ പറഞ്ഞു, പാലത്തിന്റെ താഴെ ഒരു ഡെഡ് ബോഡി കിട്ടി, വാ അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അവർ കോൺസ്റ്റബിൾ രാമചന്ദ്രനൊപ്പം ജീപ്പിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. പോലീസുകാരുടെ കഥ അങ്ങനെ തുടരുകയാണ്. നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയുമാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലവ് യു ഓൾ, ബൈ.